തോട്ട്സിനെ ക്യാൻസൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ നെഗറ്റീവ് തോട്ട്സിനെ ക്യാൻസൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ക്യാൻസൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നെഗറ്റീവ് സ്വപ്നങ്ങളെ ക്യാൻസൽ പ്രാർത്ഥിക്കുന്നു. നെഗറ്റീവ് സ്വപ്നങ്ങളെ ക്യാൻസൽ പ്രാർത്ഥിക്കുന്നു. മുന്നോട്ട് വിടത്തില്ലെന്ന ശക്തിനെ ക്യാൻസൽ പ്രാർത്ഥിക്കുന്നു. രാത്രി ഞങ്ങൾക്ക് കർത്താവ് അഭിഷേകം, ഞങ്ങളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന ദൈവമാണല്ലോ എന്ന അഭിഷേകം ദൈവം പകരം വിശ്വസിക്കുന്ന കർത്താവ്. ഇതിനകത്ത് രോഗാത്മാവിനെ ശാസിച്ചാലും കോളിട്ട് പോരാടുന്ന, അലറിയിട്ട് പോരാടുന്ന എല്ലാ ആത്മാവിനെ ഞങ്ങൾ ശാസിക്കുകയാണ്. അസ്വസ്ഥ ഉണ്ടാക്കുന്നവരുകളെ ശാസിക്കുന്നു. കുടുംബകരം ഉണ്ടാക്കുന്നവരുകളെ ശാസിക്കുന്നു. കർത്താവ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നവരുകളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആത്മാവിൽ നിറയാൻ വേണ്ടി ഞങ്ങൾ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഉടവന ഹസ്തിനി ഉറക്കം പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം തൂക്കുന്ന ആത്മാവിനെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വചനം വായിക്കും ഉറക്കുന്ന ആത്മാവിനെ ശാസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൽ മടുപ്പ് തോന്നിക്കുന്ന ആത്മാവിനെ ശാസിക്കുന്നു. മടുപ്പിടുന്ന തോന്നുക, ശരീരത്തിൽ ക്ഷീണപ്പെടുന്ന പോലുകളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമം രോഗാത്മകൾ ശാസിക്കുകയാണ്. ഇതിനകത്ത് എല്ലാവരും നിങ്ങളുടെ അവസ്ഥകൾ പറഞ്ഞ് കർത്താവിനോട് പറഞ്ഞാലും പിശാചിനെ ശാസിച്ചാലും ഹല്ലേലൂയ. നമ്മുടെ ജോലി മണ്ഡലങ്ങൾ വിടുതലായി സ്തോത്രം ചെയ്താലും യേശുവിന്റെ നാമത്തിലാണ്. ഇവിടുത്തെ നിയമങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇവിടുത്തെ നിയമങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല. ട്രംപ് എന്ത് നിയമം കൊണ്ടുവന്നാലും ദൈവത്തിന്റെ നിയമം വേറെ. എത്ര പേര് വിശ്വസിക്കുന്നു? ട്രംപ് എന്ത് നിയമം കൊണ്ടുവന്നാലും ദൈവത്തിന്റെ നിയമം വേറെയാണ്. ദൈവമക്കളുടെ കൂടിയാണ് കർത്താവ് നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവങ്ങൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ട്രംപിന്റെ ഹൃദയം മാറും. എല്ലാവരും എങ്ങനെ വിശ്വസിക്കാതെ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ചാണ് ട്രംപിന്റെ ഹൃദയം മാറും. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ചാണ് വിദേശത്ത് വിടുതൽ ചെയ്യാൻ. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ചാണ് ഇവിടെ ഗവൺമെന്റ് നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിലാണ്. കർത്താവ് ഞങ്ങൾ അധികാരികൾക്ക് കീഴടങ്ങിയാണ്. അധികാരത്തെ ഞങ്ങൾ കീഴടങ്ങുന്നു. പക്ഷേ ഹല്ലേലൂയ, ദൈവമക്കൾക്കെതിരെ വരുന്ന എല്ലാ പോരാട്ടങ്ങളെ ശാസിക്കുകയാണ്. എല്ലാ നിയമങ്ങളെ ശാസിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് ന്യൂസിൽ വായിക്കുവാനിടയായി ഇവിടെ ചർച്ചിൽ എവിടെയോ ഷൂട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കർത്താവ് യേശുവേ, അവ ക്രിസ്ത്യൻസ് ആരാധിക്കുന്ന, ദൈവമക്കൾ ആരാധിക്കുന്ന ചർച്ചുകളിൽ ഡീമൻസ് കടന്നു വരുവാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. ഞങ്ങളുടെ ഭവനത്തിൽ ഡീമൻസ് കടന്നു വരുന്നില്ല. ഞങ്ങൾക്ക് ആർക്കൊരു ആപത്തും വരുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും അനർത്ഥം വരുന്നില്ല. ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ഡീമൻസ് ഞങ്ങൾ ശാസിക്കുകയാണ്. ക്രിസ്ത്യൻസിനെതിരെ നിൽക്കുന്ന ഡീമൻസ് ഞങ്ങൾ ശാസിക്കുകയാണ്. വിദേശത്ത് നശിപ്പിച്ച് കളയാൻ നിൽക്കുന്ന ഡീമൻസ് ഞങ്ങൾ ശാസിക്കുകയാണ്. രാത്രി അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന അന്ധകാരശക്തികളുടെ മാറാൻ കൽപ്പിക്കുകയാണ്. വിദേശം വിട്ട് കടലിൽ പോയി ചാടാൻ പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അമേരിക്ക അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ അമേരിക്ക അനുഗ്രഹിക്കുന്ന കർത്താവ്, ഇന്ത്യ അനുഗ്രഹിക്കുന്ന കർത്താവ്, ഇവിടെയുള്ള എല്ലാ അധികാരികളും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇവിടെയുള്ള ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവ്. ഇവരെല്ലാം ദൈവത്തിന്റെ മക്കളാണല്ലോ. ഇവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരെല്ലാം മടങ്ങി വരാൻ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം യേശുവിനെ അറിയാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് നിരാതിരി പരിശുദ്ധാത്മാവേ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുവേ, ഞങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരണം. എന്റെ ജീവിതത്തിൽ ഇറങ്ങി വരണമേ. എന്റെ ജോലിയിൽ ഇറങ്ങി വരണം. എന്റെ കാറിൽ ഇറങ്ങി വരണമേ. സഭയിൽ ഇറങ്ങി വരണമേ. കർത്താവിന്റെ കുടുംബജീവിതത്തിൽ ഇറങ്ങി വരണമേ. തലമുറകളിൽ ഇറങ്ങി വരണം. യേശുവിന്റെ കരങ്ങളിൽ തലമുറ ഏൽപ്പിക്കുക. എന്റെ ജോലി ഏൽപ്പിക്കുക. എന്റെ വാഹനങ്ങൾ ഏൽപ്പിക്കുക. എന്റെ നന്മകൾ ഏൽപ്പിക്കുക. എന്റെ കുടുംബജീവിതം ഏൽപ്പിക്കുക. കർത്താവ് ഞങ്ങൾക്കുള്ള സകലത്തിനെയും പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതിനായി വേണ്ടിയിരിക്കുന്നതിനായി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹം പ്രാപിക്കും. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യേശുവിന്റെ നാമത്തിൽ പാരമ്പര്യ ശാപങ്ങൾ ഞങ്ങൾ ശാസിക്കുന്നു. ഞങ്ങളെ പിന്തുടർന്ന എല്ലാ ശാപങ്ങളും ഞങ്ങൾ ശാസിക്കാം. യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റുന്നു. യേശുവിന്റെ നാമത്തില് ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത പാവങ്ങളെല്ലാം ക്ഷമിച്ചാൽ കർത്താവേ, അതിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ശാപങ്ങളെ തകർക്കുക. എല്ലാ രോഗബന്ധനങ്ങളെ ശാസിക്കുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എല്ലാ മന്ത്രവാദശക്തികളെ ശാസിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്ന എല്ലാ ആഭിചാര ശക്തികളെ ശാസിക്കുക. എല്ലാ പാരമ്പര്യ ശക്തികളെ ശാസിക്കുക. എല്ലാ മഹത്വം കർത്താവിനും വിദ്യാർത്ഥികളെ ഏൽപ്പിച്ച് സമർപ്പിക്കുന്നു. താഴ്ച കർത്താവേ, പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്താൽ ഞങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്താൽ, രാവിലെ മുതൽ രാത്രി വരെ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്താൽ, 24 hours പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്താൽ കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവ് ശക്തിയല്ലല്ലോ, പരിശുദ്ധാത്മാവ് വെറും ശക്തിയല്ലല്ലോ, പരിശുദ്ധാത്മാവ് വെറും ഒരു ഡൗ അല്ലല്ലോ,
പരിശുദ്ധാത്മ പവർ മാത്രമല്ലല്ലോ, യു ആർ എ പേഴ്സൺ. ഞങ്ങളൊരു പേഴ്സൺ കർത്താവ്, ഞങ്ങളെ അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന കർത്താവേ, ഞങ്ങളങ്ങനെ ബഹുമാനിക്കുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ രാത്രിയും ഞങ്ങളുടെ മേൽ വരണമേ. കർത്താവ് എല്ലാവരും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ രാത്രി ഞങ്ങളുടെ മേൽ വരണമേ. പരിശുദ്ധാത്മാ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നാൽ രാത്രി ഞങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങളെ തുടരണമേ. ഞങ്ങളോട് സംസാരിക്കണം, ഹൃദ്യമായി സംസാരിക്കണമേ. രാത്രി ഞങ്ങളുടെ മേൽ ശക്തി വരണം കർത്താവേ. ഞങ്ങൾ അതിനുവേണ്ടി ഏൽപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അന്യഭാഷ സംസാരിക്കും. ഇവിടെ അന്യഭാഷ സംസാരിക്കുമ്പോൾ ശക്തി കൂടും, നമ്മുടെ വിഷയം വർദ്ധിക്കും. അതിന് അന്യഭാഷ പറയാൻ പറയുന്നത് ഹല്ലേലൂയ. ശക്തി വ്യാപരിക്കണം. രാത്രി പരിശുദ്ധാത്മാവ് വചനത്തോട് സംസാരിക്കുക. കർത്താവ് ഞാൻ അബ്രഹാമിനോട് പറഞ്ഞു, തന്റെ ഏകജാതനായി പുത്രനെ ബലി കഴിക്കുവാൻ, യാഗം കഴിക്കുവാൻ. ഹല്ലേലൂയ. അബ്രഹാമിന് മടിയുണ്ടായില്ല. അബ്രഹാം തന്റെ കുഞ്ഞുമായിട്ട് ഹല്ലേലൂയ യാഗം കഴിക്കുവാൻ ചെന്നു. പ്രൈസ് ഗോഡ്. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആ ഭാഗം പരിശുദ്ധാത്മ ഇടപെടുക. പക്ഷെ അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവം, അത് കർത്താവിനോട് പറഞ്ഞു, അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവം അല്ലേ. ഇത് രാത്രി നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട് കേട്ടോ. സ്വന്തം പുത്രനെ യാഗം കഴിക്കുവാൻ അബ്രഹാം ചെന്നപ്പോൾ, മടി കൂടാതെ ചെന്നപ്പോൾ, അത് തൊടാതെ അല്ലെങ്കിൽ ആ കുഞ്ഞിന് ആപത്തും വരുത്താതെ, അനർത്ഥം വരുത്താതെ, പ്രൈസ് ഗോഡ്, കർത്താവ് എന്ത് ചെയ്തു? ഒരു ആട്ടുകൊറ്റനെ അവിടെ ഒരുക്കി വെക്കുവാനിടയായി. അങ്ങനെയാണെന്ന് രാത്രിയിൽ വിശ്വസിക്കാം, നമ്മുടെ ദൈവത്തെ വിശ്വസിക്കാം. ദൈവത്തെ വിശ്വസിക്കുക. ഒരുപക്ഷെ ലാസ്റ്റ് മൂമെന്റ് ആയിരിക്കും വിശ്വസിക്കുക. ഒരുപക്ഷെ ഒരിക്കലും നമ്മൾ കാർമേഘം കാണണമെന്നില്ല, ഒരു മഴയുടെ ഒരു കോളും കാണണമെന്നില്ല. ഹല്ലേലൂയ. അത്ഭുതം നമ്മുടെ മുന്നിൽ കാണണമെന്നില്ല. നമുക്കൊരു എക്സ്പെക്ടേഷനും കാണത്തില്ല, എങ്ങനെ നടക്കുന്ന പോലും നമുക്കറിയത്തില്ല. പക്ഷെ ദൈവത്തെ വിശ്വസിക്കുക. നമ്മൾ അത്ഭുതത്തെ വിശ്വസിക്കണം, ദൈവത്തെ വിശ്വസിക്കുക. എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും എന്ന് പറ. എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നു. ഓ ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഞാൻ യേശുവിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യാം. യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റും. യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റും. വിശ്വസിക്കുക. കർത്താവിനെ അങ്ങ് വിശ്വസിക്കുക. കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക. വേറെ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കർത്താവിനെ വിശ്വസിക്കുക. നമ്മുടെ ഭാര്യയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഭർത്താവിനും ആരെ കുടുംബകരം പറയുന്നതല്ല, ഞാനത് ഒരു കോമൺ ആയിട്ടൊക്കെ പറയുന്നുള്ളൂ. നമ്മുടെ മക്കളെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പനമ്മമാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല, പാസ്റ്റേഴ്സിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആരെ വിശ്വസിക്കാം? രാത്രി യേശുവിനെ വിശ്വസിക്കാം. അല്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ വിശ്വസിക്കാം. യേശുവിനെ വിശ്വസിക്കാം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പറയും, എന്താണെന്നറിയാം, എന്നാൽ നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന ഒരു $10,000 കൊണ്ട് തരാൻ പറയും. നിങ്ങൾ തരുമോ? തരത്തില്ല. അല്ല ഞാൻ പറയും, നിങ്ങളുടെ സോളിനെ ഒന്നേക്കാൻ പറയും. സോള് എന്നെ കൊണ്ട് ഏൽപ്പിക്കാൻ പറയും. ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് വിശ്വാസമില്ല. അതാണ് പറഞ്ഞത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെയാണ്? യേശുവിനെ. കാരണം നമ്മുടെ പണം കൊടുത്താലും നമ്മുടെ സോളിനെ ഏൽപ്പിച്ചു കൊടുത്താലും കർത്താവിനെ വിശ്വസിക്കാൻ പറ്റും. വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ മാത്രം യേശു. ട്രസ്റ്റ് അല്ലേ? അവിടെ പറ, യേശു ഞാൻ വിശ്വസിക്കുന്നു. സംശയം കൂടാതെ വിശ്വസിക്കുന്നു. അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. സംശയം വന്നു കഴിഞ്ഞാൽ മറക്കൽസ് നടക്കത്തില്ല. സംശയം കഴിഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ആരോഗ്യോട് സംസാരിക്കണ്ടോ? ഞാനിതൊന്നും പറയാൻ വന്നതല്ല. സംശയം വന്നു കഴിഞ്ഞാൽ സംഭവിക്കും, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അല്പം സംശയം വന്നാൽ മതി, തീർന്നു. എന്നാൽ കടുകമണിയോളം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലോ ചാടാൻ പറഞ്ഞ മല ചാടിപ്പോകും അല്ലേ.
ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത്ഭുതങ്ങൾ നടക്കൂ. ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തികൾ കാണാൻ പറ്റൂ. ആളുകൾ അല്പസമയം വർഷിപ്പ് ചെയ്യാം, അതിനുശേഷം കർത്താവിന്റെ ആത്മാവ് നയിക്കുന്നതനുസരിച്ച് സൂക്ഷിക്കാൻ കേൾപ്പിക്കാം. ആളുകൾ ഒരുപാട് വിടാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർഗ്ഗനാഥനാമ ശിവ. കരങ്ങൾ ഉയർത്തി ദൈവം നിത്യനാഥനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാധിരാജനാം ശിവ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം നിത്യനാഥനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാധിരാജനാം ശിവ. കരം പിടിച്ചേ. എന്നാ നീ ഒരു വെളിപ്പാട് കാണിക്കുന്നതെന്നറിയാമോ? മോളെ വെഡിങ് ഡ്രസ്സിങ് മോളെ നിൽക്കുന്നുണ്ട് കാണിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കരം പിടിച്ചോ, അല്ല രണ്ടുപേരും കരം കോർത്ത് പിടിച്ചു. കർത്താവ് എന്ന വെളിപ്പാടിനായ റിമോട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ. കർത്താവ് വെഡിങ് ഡ്രസ് ചെയ്ത് കല്യാണം നിൽക്കുന്ന അവസ്ഥയിലെ വെളിപ്പാട് കാണിച്ചു. വൈറ്റ് ക്ലോത്ത്, അതുപോലെ ആ ഫ്ലവറൊക്കെ പിടിച്ച് സംഭവിക്കട്ടെ. നിങ്ങൾ വായുള്ളതിനെ പറ, യേശുവിന്റെ നാമത്തിൽ കണ്ട വെളിപ്പാട്, കണ്ട ദർശനം ഞങ്ങളെ സ്വീകരിക്കുക. ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞിന്മേലെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ സ്വീകരിക്കുന്നു. അതും നിങ്ങളെ സ്വീകരിക്കുന്നു. ഞങ്ങൾ സേവ് ചെയ്യാം. ഞങ്ങളുടെ പൈതലിന്റെ വാഹം ഞങ്ങൾ കാണും. ഞങ്ങൾ അത് നടക്കും. യേശുവിന്റെ നാമത്തിൽ അതിനെതിരെ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഞങ്ങൾ ശാസിക്കും. ജീസസ് മൈറ്റി നെയിം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ ദൂത് കേട്ടാൽ മാത്രം പോരാ, ദൂത് എപ്പോഴും പ്രാർത്ഥിച്ചോ. പ്രവചനം കേട്ടിട്ട് പ്രവചനം തുച്ഛീകരിക്കാൻ പാടില്ല. നല്ലതെന്തെങ്കിലും മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥിക്കുക അല്ലേ? മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. ഞാൻ വിട്ടു തരത്തില്ല എന്ന് പറഞ്ഞാൽ അല്ലേ? പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക.
പ്രവചനം നല്ലതാണ്, ചിരിക്കാൻ പാടില്ല. കേട്ട പ്രവചനം നമ്മൾ കേട്ടിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കും. പ്രവചനം എന്ത് ചെയ്യണം? കേട്ടത് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ മുറുക്ക പിടിച്ചോ, ഇടയ്ക്കിടയ്ക്ക് സ്വത്രം പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? അതിനകത്ത് അത്ഭുതം കാണാൻ പറ്റും. ഹല്ലേലൂയ. The name of Jesus. The name of Jesus. Holy Spirit. എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം എഴുതിട്ട് വെൽക്കം ഹോളി സ്പിരിറ്റ്. എല്ലാവരും എഴുതി ക്ഷീണം എന്ന കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. വെൽക്കം ഹോളി സ്പിരിറ്റ്. കസി കം ഓൺ സിംഗ് ചെയ്തേ. Holy Spirit, we are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. Oh, We are in your presence. Jesus. The name of Jesus. Holy Spirit. എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം എഴുതിട്ട് വെൽക്കം ഹോളി സ്പിരിറ്റ്. എല്ലാവരും എഴുതിയിരിക്കുക. ക്ഷീണം എന്ന കുഞ്ഞുങ്ങൾക്ക്. ഹല്ലേലൂയ. വെൽക്കം ഹോളി സ്പിരിറ്റ്. കസി കം ഓൺ സിംഗ് ചെയ്തേ. Spirit, we are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. Oh, we are in your presence. Fill us with your power. Live inside of me. With our living order, never I found it. Counselor, take complete control. You're the one. Never drawing fountain, comforter and counselor. Take complete control. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of Mm. Welcome, Holy Spirit. we are in your presence. Fill us with your power. Live inside of Oh, welcome, Holy Spirit. We We are in your presence. Fill us with your power. Live inside of me. Holy Spirit, you welcome. എല്ലാവരും പറഞ്ഞ പരിശുദ്ധാത്മാവെ അങ്ങേക്കോടെ വെൽക്കം. Holy Spirit, you welcome. You welcome. We surrender you, Spirit. We surrender. Oh, Rakamanas, yes, we surrender you. We give you all glory, honor, praise. എല്ലാ മഹത്വം കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. സറണ്ടർ ചെയ്യാം. Hallelujah. Thank you, Jesus. കസി ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ചേ. നിന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. നീ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്. കണ്ടോ? ജെനീസിസ് 49:22 വായിക്കും. Genesis 49:22. This is for you. This word for you. Genesis 49:22. ഹാലല ബ്രദറിനെ ഒരു 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 ദൂത് വെളിപ്പെട്ട് വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് വ്യത്യസ്തമായ പരിശുദ്ധാത്മാവുണ്ട്. വർഷിപ്പ് ദൂത്. ഹാലലുയ. ജെനീസിസ് 49:22. ഓക്കെ. ഒന്ന് വായിച്ചേ. ഒച്ച വായിച്ചേ. യാ. ഓക്കെ. അപ്പം ആ പേരും ജോസഫിന് വരെ നിന്റെ പേരും ചേർത്തേ. യാ. ഓക്കെ. സോ ആ വാചനത്തെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫോർ ദിസ് വേർഡ്. I receive the word in Jesus' mighty name. ആമേൻ. നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വാഗ്ദത്തങ്ങൾ തരും. ആവശ്യം ഇരുന്നോ, കുറച്ച് നേരം ഇരിക്കോ.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഇന്ന് വ്യത്യസ്തമായ ശുശ്രൂഷിക്കുന്നു കേട്ടോ. നമ്മൾ സാധാരണ വർഷിപ്പൊക്കെ ചെയ്തു കാരണം സാധാരണ വചനം പറയും, ഇത് രണ്ടും മിക്സ് ചെയ്ത് പോകും. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് അടുക്കുകയാണ് അല്ലേ? ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് അടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ദൈവം വാഗ്ദത്തങ്ങൾ തരും. ശരിയല്ലേ? ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവം അടുത്തടുത്ത് വന്ന് നമുക്ക് വാഗ്ദത്തങ്ങൾ തന്നുകൊണ്ടിരിക്കും. ആ വാഗ്ദത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് നിവൃത്തീകരണമായി തരും. എന്നാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിലോ, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, ഉപവസിക്കുന്നില്ല, നമ്മൾ വേൾഡിലോട്ടൊക്കെ പോവുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? വാഗ്ദത്തങ്ങൾ ദൈവം സംസാരിക്കത്തില്ല. നമുക്ക് തന്ന വാഗ്ദത്തങ്ങൾ പോലും അവിടെ എന്ത് ചെയ്തും അതിൻ്റെ മുകളിൽ ലൈറ്റ് ആവും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ചാരം വീണ പോലെയാവും. നമ്മൾ തീ ഉണ്ടല്ലോ, ഫയറിന് മുകളിൽ ചാരം വീണ പോലെ ആയിരിക്കും. അടി തീ ഉണ്ടാവും, പക്ഷേ പൊടിപടലം വന്ന് കിടക്കാനിടയാവും. പക്ഷെ എന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, എന്ന് ദൈവത്തോട് അടുക്കുന്നു, പൊടിപടലങ്ങൾ മാറിയിട്ട് അത് വീണ്ടും ജ്വലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്തങ്ങൾ പലപ്പോഴും ലേറ്റ് ആകാൻ കാരണം എന്താ? നമ്മുടെ വിശുദ്ധി കുറവ്, അല്ലെങ്കിൽ നമ്മുടെ വേർപാടിന്റെ കുറവ്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണ്. കാരണം ആര് തടയും? പക്ഷെ അത് തടയും, അല്ലെങ്കിൽ ദൈവത്തോട് പോയി വാദിക്കും, അതിന് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഒരു മഹാപുരോഹിതനുള്ളത്. ആരാണ്? യേശു കർത്താവായിട്ട് നമുക്ക് ഒരു മഹാപുരോഹിതനുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് അല്ലെങ്കിൽ മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അത് യേശുവാ അല്ലേ? സാത്താൻ വന്നപ്പം അവിടെ തന്നെ ഒരു കോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ എബ്രാഹിമൊക്കെ പഠിക്കും, കാണാൻ പറ്റും ഒരു കോർട്ടുണ്ട്. അപ്പോൾ സാത്താൻ വന്ന് ഓപ്പോസിറ്റ് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കും, ഇപ്പുറത്ത് ആര് നിൽക്കും? യേശു നിൽക്കും. എന്നിട്ട് നമ്മുടെ സബ്ജക്റ്റ് എടുത്തിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് വാദിക്കുക. ആരാ? പിതാവാം ദൈവം കേട്ടോണ്ടിരിക്കും അല്ലേ? അപ്പോൾ സാത്താൻ പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം കർത്താവ് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇന്ന കാരണം കൊടുക്കാൻ പറ്റത്തില്ല? അപ്പം കർത്താവ് പറയും, എന്താണ്? യേശു എൻ്റെ രക്തം കൊണ്ട് ഞാൻ അവനെ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അവന് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ സാക്ഷിയാലല്ലേ ജയിക്കുവാനിടയാവും. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവത്തോട് അടുത്ത് കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ കാണുവാണ്. ഞാൻ ആ വാക്യം ഇടപെട്ടെങ്കിലും നമുക്ക് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. എ ഫ്രൂട്ട്ഫുൾ വൈൻ അല്ലേ? ഓ ഹല്ലേലൂയ. അല്ല, ഗ്രേറ്റ് സക്സസിനെ കുറിച്ച് കാണിക്കും. ഗ്രേറ്റ് സക്സസ് എന്തിയേ? ഓ ഹല്ലേലൂയ. ഫ്രൂട്ട്ഫുൾ വൈൻ എന്തുവാ? ഗ്രേറ്റ് സക്സസ്. രണ്ടെന്താണ്? ഫ്ലോറിഷിംഗ് ഓഫ് ഹിസ് ഡിസൈഡൻസ്. നല്ല എന്താ ഫ്രൂട്ട് വൈൻ എന്തുവാ? അതിന്റെ മീനിങ് എന്തുവാ? ഫ്രൂട്ട് വൈൻ, ഫ്രൂട്ട്ഫുൾ ആയ വൈൻ എന്തുവാ? സിംബലൈസിങ് ദ ഗ്രേറ്റ് സക്സസ്. ഗ്രേറ്റ് സക്സസ്. അപ്പൊ ഇന്ന് രാത്രി പറയണം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയണം, ഗ്രേറ്റ് സക്സസ്. എൻ്റെ ജീവിതം ഗ്രേറ്റ് സക്സസ് ആണ്. ഹല്ലേലൂയ. അടുത്താണ് അവിടെ ഇരിക്കുന്നത്, നിയർ എ സ്പ്രിംഗ്. എന്താ മീൻ ചെയ്യുന്നത്? സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹോളി സ്പിരിറ്റ് അല്ലേ? നിയർ എ സ്പ്രിംഗ്, എ ഡിവൈൻ സോഴ്സ് ഓഫ് ലൈഫ്. ഡിവൈൻ സോഴ്സ് ഓഫ് ലൈഫ്. ഹല്ലേലൂയ. അതും ബ്ലെസ്സിങ്ങിനെ കുറിച്ച് കാണിക്കുന്നത്. താങ്ക് യു ജീസസ്. പ്രൈസ് ഗോഡ്. ഇനി അവിടെ ഇരിക്കുന്ന ബ്രാഞ്ചസ് ക്ലെയിം ഓവർ എ വാൾ. എന്താണ് മീൻ ചെയ്യുന്നത്? എക്സ്പാൻഡിങ് അല്ലേ? എക്സ്പാൻഡിങ്. എങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും? എനി ബൗണ്ടറീസ് ഓർ വാൾസ്. ഓക്കെ, ആ ഒരു വേർഡിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ കിടക്കുകയാണ്. ഹല്ലേലൂയ. രാത്രിയിൽ ജെനീസിസ് 49:23 നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ആ ബ്ലെസ്സിങ്സ് കർത്താവ് നമുക്ക് തരട്ടെ. ദ നെയിം ഓഫ് ജീസസ്. ദ നെയിം ഓഫ് ജീസസ്. സംഭവിക്കട്ടെ. ഓ വി വർഷിപ്പ് യു ജീസസ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി അല്പസമയം വർഷിപ്പ് ചെയ്താലും, എല്ലാവരും കരങ്ങൾ ഉയർത്തി വർഷിപ്പ് ചെയ്താലും, വി വർഷിപ്പ് യു ജീസസ്. വി വർഷിപ്പ് യു യുവർ സ്വീറ്റ് ജീസസ്. അങ്ങ് സ്വീറ്റ് ആണ് കർത്താവേ. അങ്ങ് നല്ലവനായ കർത്താവാണ് കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് നിത്യപിതാവാണ് കർത്താവേ. സമാധാന പ്രഭുവാണ്. അറക്കപ്പെട്ട കുഞ്ഞാണ്. ഏകനായ മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വി വർഷിപ്പ് യു ജീസസ്. അല്പസമയം വീണ്ടും വർഷിപ്പ് ചെയ്യാൻ ഏൽപ്പിച്ചു. അടുത്തൊരു പാട്ടോടെ ഒരു ഇംഗ്ലീഷ് പാട്ട് പാടാവോ? ഓ റാബാനാസേ. അത് മലയാളമാണ് പാടുന്നത്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു പാട്ട് പാടിയാലും. ജീസസ്. Jesus. I love you, Jesus. Jesus. Jesus.
We worship you, Jesus. Jesus. Oh, Jesus. എല്ലാവരും യേശുവിനെ വിളിച്ചാലും യേശുവേ ജീസസ്. ഹൃദയം തുറന്ന് വിളിച്ചാലും ജീസസ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് യേശുവിനെ വിളിച്ചാലും ജീസസ്. ജീസസ്. ജീസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ. ഉടനെ പറഞ്ഞു ജീസസ്. ജീസസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാ പെട്ടെന്ന് ഓടി വരും. ജീസസ്. ജീസസ്. ഹല്ലേലൂയ. ജീസസ്. 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 Oh Jesus. We worship you, Jesus. We worship you, Jesus. എല്ലാവരും വായി തുറന്ന് ജീസസിനെ വിളിച്ചാൽ ജീസസ്. ജീസസ്. We love you, Jesus. We love you, Jesus. We love you, Jesus. Father, thank you for your son. യേശുവിനെ തന്നതിനാൽ നന്ദി. യേശുവിനെ തന്നതിനാൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവിനെ തന്നതിനാൽ നന്ദി. ഓ പരിശുദ്ധാത്മാവിനെ തന്നതിനാൽ നന്ദി. യേശുവെ പരിശുദ്ധാത്മാവിനെ തന്നതിനാൽ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് ഞങ്ങളുടെ കൂടെ നടക്കുന്നതിനാൽ നന്ദി. എല്ലാത്തിലും ഞങ്ങൾ നന്ദി പറയുക. പരിശുദ്ധാത്മാവിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ നടക്കുന്നതിനാൽ നന്ദി. ഹോളി സ്പിരിറ്റ്, വി ലവ് യു. വി ലവ് യു ഹോളി സ്പിരിറ്റ്. വി ലവ് യു ഹോളി സ്പിരിറ്റ്. വി ലവ് യു ഹോളി സ്പിരിറ്റ്. വി സറണ്ടർ യു ഫാദർ. വി സറണ്ടർ യു ഫാദർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. Hallelujah. 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 Thank you, Jesus. 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 Hallelujah. ശബ്ദമുയർത്തി. Hallelujah. 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 Thank you, Father. 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 Thank you, Father.
Thank you, Father. Ah, hallelujah. Ah, hallelujah. 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 Ah, hallelujah. Ah, hallelujah. Ah, hallelujah. Ah, hallelujah. Thank you, Holy Spirit. Thank you, Spirit. Thank you, Spirit. Thank you, Spirit. Thank you, Spirit. ഒന്നിച്ച് Thank you, Spirit. Holy Spirit. Thank you, Spirit. Hallelujah. എല്ലാവരും ശബ്ദം പറഞ്ഞു. Hallelujah. 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 കരങ്ങൾ അടിച്ച് ദൈവസ്ഥാനം എഴുന്നേറ്റ് നാലം. Hallelujah. ദൈവസ്ഥാനത്ത് ഇറങ്ങി വരുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവസ്ഥാനത്ത് ഇറങ്ങി വരുന്നു. Hallelujah. 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 Thank you, Father. 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 Hallelujah. 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 എല്ലാവരും കരങ്ങൾ ഹൃദയ ദിവസത്തിൽ പകർന്നു നിർത്താൻ അന്യഭാഷ പറയാമെങ്കിൽ അന്യഭാഷ പറഞ്ഞാൽ അതല്ലെങ്കിൽ സ്വന്തം ഭാഷയിൽ സംസാരിക്കാൻ അല്പസമയം ഇതോട് സംസാരിച്ചാൽ കാരണം കർത്താവിൻ്റെ സാന്നിധ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. റിഖമാനാസികന ഹസ്തിരി ഉഡാലര ശന്തര ഹസ്തന റിഖമബബ ഊറബഹല വശന്തര ഖബബ ബറാക്കിനി ഓ റിഖ. അന്യഭാഷകൾ പറയാമെങ്കിൽ അന്യഭാഷ പറഞ്ഞോ അല്ലെങ്കിൽ സ്വന്തം ഭാഷകൾ സംസാരിച്ചാൽ ഹറാബാന ശരര ശന്തര. കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടോ? ദൈവസാന്നിധ്യം വന്നിട്ടുണ്ടോ? പറയുന്നത് ഹാലലൂയ. ദൈവസാന്നിധ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ എല്ലാവരും സംസാരിച്ചാൽ അന്യഭാഷകൾ സംസാരിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഹാലലൂയ. രാത്രിയിൽ സറണ്ടർ ചെയ്യുന്ന കർത്താവേ, we surrender you, Holy Spirit. We worship you, Holy Spirit. We give you glory, honor, praise. We praise you. We worship you. Hallelujah. Oh, Rimana Shandaradana Sagana Andaragadana Hashandaragadana Dinaragadana Udabanabana Shamba Babana Hastini Udabanabana Kashala Karagadana Rigana Ragadana. Yes, എല്ലാവരും അന്യഭാഷ പറയാൻ അന്യഭാഷ പറഞ്ഞാലും യെസ് ദൈവസ്ഥാനത്തെ വെളിപ്പെടുന്നു. ശക്തമായ അന്യഭാഷ പറഞ്ഞാലും ഹല്ലേലൂയ ദൈവസ്ഥാനത്തെ വെളിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ അടാഖി ബദരാസിഗിനി ശന്തലാറാസിറാഖാന അക്ഷകരകടൽഖാദാറകടനാദീരാസിഗനി ശകരാറി ബല ബല ശരരാറി ഖബബറാസിഹ ഓ റിബാലാസി അന്തരാധനാഥകന. വലിയ ദൈവശക്തിയായ ദൈവസാന്നിധ്യം, വലിയ ദൈവസാന്നിധ്യം, വലിയ ദിവസ ശക്തമായ ദിവസം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ സെൻട്രലിലോട്ട് ശക്തമായി ഈ രണ്ട് സൈഡിൽ നിന്ന് ശക്തമായ ദൈവസാന്നിധ്യം സെൻട്രലിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക.
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. Thank you. We worship you, Jesus. We give you glory, honor, praise. Oh, praise you, Jesus. Worship you, Jesus. Oh, I give you all glory. Jesus, I'm waiting upon you, Lord. Father, I'm waiting upon you. Oh, കർത്താവേ, ഞങ്ങളുടെ ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ. ഓ ഹാല യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുവന്നു. നിരാത്രിയിൽ കർത്താവ് കഴുകന്മാരെ പോലെ നിരാത്രി ഞങ്ങൾ ചിറകടിച്ച് കയറുവാൻ, ചിറകടിച്ച് ഉയരുവാൻ, കർത്താവ് ഉയർച്ച ലഭിക്കുവാൻ, ഓ ആകാശത്തിൽ ഉയരുവാൻ, ഓ കർത്താവിന് വേണ്ടി ഏൽപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. അക്ഷരര കർത്താവേ സ്തോത്ര ഹാരാബാബ പ്രറക്കീനി. യെസ്, വലിയ ദിവസം സെൻട്രൽ ശക്തമായ ദിവസമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഓ, ഞാനൊന്ന് വിശ്വസിക്കുന്ന രാത്രി യേശു കടന്നു വരും. ഞാൻ വിശ്വസിക്കണം യേശു കടന്നു വരും. നമ്മൾ വിശ്വസിക്കണം. ഹാലൂയ. നമ്മൾ വിളിക്കണം യേശുവെ വാ, യേശുവെ സഭയ്ക്കകത്തോട്ട് വാ, യേശുവിന്റെ നിരാകരണ ജീവിതത്തോട്ട് വാ. ദുരാത്രി ഞങ്ങൾ വെൽക്കം ചെയ്യുന്ന യേശുവെ. ഓ, വെൽക്കം ഹോളി സ്പിരിറ്റ്, വെൽക്കം ഫാദർ, വെൽക്കം ജീസസ്. ഓ ജീസസ്, ഓ വി ആർ വെയിറ്റിംഗ് ജീസസ്, വി ആർ വെയിറ്റിംഗ് അപ്പോൺ യു ലോർഡ്, വി ആർ വെയിറ്റിംഗ് അപ്പോൺ യു ലോർഡ്. കർത്താവേ, സ്വർഗസിംഹാസനം വിട്ട് നിരാശ ഞങ്ങളുടെ ഇടയിൽ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ തുടരണം കർത്താവേ, ഞങ്ങളെ ശക്തീകരിക്കണം കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവേ, ഞങ്ങൾ സംസാരിക്കണം കർത്താവേ. നിരാത്രി യേശുവിന്റെ നാമത്തിലാണ്. ഓ, ദിവസാണിധ്യം അടുത്തു വരട്ടെ, അടുത്തു വരട്ടെ. ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവ്, അടുത്തു വരികയാണ്. ഓ, ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ദൈവത്തോട് അടുത്തു വരെ ഞങ്ങളെ ശുദ്ധീകരിച്ചാലും, രക്തത്തെ ഞങ്ങളെ കഴി ശുദ്ധീകരിച്ചാലും, ജിഗന സഗന സഗന അടപനവനക ശംബറകഥന റകടന അന്തര ഹൃദയം പകർന്നു കൊടുത്താല് എല്ലാവരുടെ ഹൃദയ കർത്താവ് നോക്കുന്നു. നമ്മുടെ പുറമേ അല്ല നോക്കുന്നത്, കർത്താവ് ഹൃദയം എപ്പോഴും നോക്കുന്നത്. അതുകൊണ്ട് ഹൃദയം കവിഞ്ഞൊഴുകണം. ദൈവത്തോട് സ്നേഹം ഹൃദയത്തിൽ വരണം. ആഗ്രഹം നമുക്കുണ്ടാവണം. ദൈവത്തെ കാണാനുള്ള ആഗ്രഹം കാണണം. ഹല്ലേലൂയ. യേശു വരാനുള്ള ഒരു ആഗ്രഹം രാത്രി വേണം. പ്രൈസ് ഗോഡ്. ഒരു തേസ്തി വേണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരും കർത്താവ് അടുത്തു വരുന്നത്. ജീവന്റെ ഉറവിട ക്രിസ്തുവത്രേ, നാവിലാലപന ഘോഷിക്കാം പാപ അവനത്രേ തുടച്ചെന്റെ കണ്ടു കരത്താ. യെസ്, ജീവന്റെ ക്രിസ്തുവത്രേ, നാവിലാലപന ഘോഷിക്കാം അവനത്രേ പാപ തൻ ജീവന വീണ്ടെടുത്തു. അവനത്രേ പാപ തൻ ജീവനാലെ വീണ്ടെടുത്തു. മലയുമോരേ പ്രായരേ Holy Spirit, help us. What shall I do next step? Holy Spirit, what shall I do? Tell me. Yeah, holy, 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 Baba, and Jeevanale വീണ്ടെടുത്തു. അവനത്രേ
പാപഹരൻ ജീവനാലയും അല്പസമയം സ്തുതിച്ചാലും സ്തോത്രം 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 ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്ന കർത്താവേ. ഇന്ന് രാത്രി യേശുവിനെ ഞങ്ങൾ രുചിച്ചറിയട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ തുടരണം കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങളുടെ സാന്നിധ്യത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വർഷിപ്പ്. ഓ ഫിൽ us Holy Spirit. കർത്താവേ, കപ്പ് ഞങ്ങൾ താഴ്ത്തുകയാണ് കർത്താവേ. ഈ വെസൽ ഞങ്ങൾ താഴ്ത്തുന്ന കർത്താവേ. ഓവർഫ്ലോയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഫിൽ അവർ വെസൽ. ഞങ്ങളുടെ വെസൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. നിറയട്ടെ കർത്താവ്, നിറഞ്ഞു കവിയുന്ന അനുഭവം രാത്രി വെളിപ്പെട്ട് വരട്ടെ യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തിൽ നിറയട്ടെ, കവിഞ്ഞൊഴുകട്ടെ കർത്താവ്, കവിഞ്ഞൊഴുകട്ടെ രാത്രിയിൽ. കവിഞ്ഞൊഴുകൽ അനുഭവത്തിനായി പ്രാർത്ഥിക്കുന്നു. കവിഞ്ഞൊഴുകട്ടെ കർത്താവ്, ഞങ്ങൾ കവിഞ്ഞൊഴുകട്ടെ യേശുവിന്റെ നാമത്തിൽ രാത്രി. കവിഞ്ഞൊഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ രാത്രി കവിഞ്ഞൊഴുകുന്ന അനുഭവം. ദാഖാമാറാസി എല്ലാവരും കർത്താവിനെ പറഞ്ഞാലും കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥന. ഞങ്ങൾ നിറയ്ക്കണം കർത്താവെ, ഞങ്ങളുടെ വെസലിനെ നിറയ്ക്കണം കർത്താവെ. ഞങ്ങളുടെ വെസലിനെ നിറയ്ക്കണം കർത്താവെ, ഞങ്ങളുടെ വെസലിനെ നിറയ്ക്കണം കർത്താവെ, ഞങ്ങളുടെ വെസലിനെ നിറയ്ക്കണം കർത്താവെ, ഞങ്ങളുടെ വെസലിനെ നിറയ്ക്കണം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ വെസലിനെ നിറയ്ക്കണം കർത്താവെ. വലിയ വെസലാക്കി മാറ്റണം കർത്താവെ, വലിയ വെസലാക്കി മാറ്റണം കർത്താവെ, വിശാലമായ വെസലാക്കി മാറ്റണം കർത്താവെ, ദേശത്തിന് വിടുതലാക്കുന്ന വെസലാക്കി മാറ്റണം കർത്താവെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ, യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. Thank you, Jesus. I praise you, Jesus. I worship you, Jesus. ജീസസിന്റെ മുഖം വെളിപ്പെട്ട് വരുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ജീസസിന്റെ ആ ഫേസിന്റെ ഷാഡോ വെളിപ്പെട്ട് വരിക. പൂർണ്ണമായ കർത്താവിന്റെ തേജസ് എല്ലാം കാണുന്നു, പക്ഷേ ഐ ക്യാൻ സീ ജീസസിന്റെ ഫേസ് കാണാൻ പറ്റും. ഷാഡോ ആയിട്ട് കാണാൻ പറ്റും. സോ ജീസസ് ഈസ് ഹിയർ റൈറ്റ് നൗ. യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്. താങ്ക് യു ജീസസ്. യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ജീസസ് ഞങ്ങളുടെ മാസ്റ്റർ വന്നിട്ടുണ്ട്. ജീസസ്, യു ആർ മൈ മാസ്റ്റർ, യു ആർ മൈ കിങ്. ഐ ബൗ ഇൻ ഫ്രണ്ട് ഓഫ് യു. ഓ ഞങ്ങൾ കുമ്പിടുന്ന കർത്താവേ, ഞങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുക. ജീസസ്, ജീസസ്, ജീസസ്. ഓ ജീസസ്. ദാവീദ് പുത്ര, രാത്രികൾ കരുണ തോന്നണമേ. ദാവീദ് പുത്ര, രാത്രികൾ കരുണ തോന്നണമേ. Hallelujah. Worship you, Jesus. We surrender you. We give you glory, honor, praise, everything. എല്ലാം ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാ കർത്താവിനുള്ളതാണ്. രാത്രി യേശുവിന്റെ നാമം വരട്ടെ, യേശുവിന്റെ നാമം വരട്ടെ. ഞങ്ങളെല്ലാം യേശുവിനെ ഉയർത്തിയാണ് കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഉയർത്തിയ ദൈവമേ, എല്ലാ മഹത്വം പോഴ്ചയും കയറി അങ്ങേക്ക് തരുന്ന കർത്താവ്. എല്ലാ മഹത്വം പോഴ്ച യേശുവിനാണ്. ആളെ ഞങ്ങൾ താഴ്ന്ന കർത്താവേ. ഞങ്ങളോ കുറയണം കർത്താവേ. യേശുവിന് രാത്രി ഉയരട്ടെ, യേശുവിന്റെ നാമം ഉയരട്ടെ, യേശുവിന്റെ മഹത്വം ഉയരട്ടെ. എല്ലാ മഹത്വം കർത്താവേ. ഓ ഹല്ലേലൂയ. എല്ലാ ഗ്ലോറി അങ്ങേക്കാണ്. ഈ രാത്രി ഞങ്ങൾ താഴ്ച കർത്താവേ. ഞങ്ങൾ ജീവിതം സറണ്ടർ ചെയ്ത കർത്താവേ. ഞങ്ങളുടെ ജീവിതം കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. ഇത്രത്തോളം നടത്തിയ ദൈവം ഞങ്ങളെ നടത്തും. ഞങ്ങളുടെ ലൈഫ് കർത്താവിനെ ഏൽപ്പിക്കുന്ന കർത്താവേ. കർത്താവ് മാത്രം ഞങ്ങൾക്കുള്ളൂ കർത്താവ്. ഞങ്ങൾ വിടിവിക്കാൻ അങ്ങേ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഞങ്ങളുടെ കൂടെ ഇല്ല കർത്താവേ. ഹല്ലേലൂയ. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ. ജീസസ്. കർത്താവ് ഞങ്ങളുടെ ശബ്ദത്തിനായി ഏൽപ്പിക്കുക. എല്ലാവരും പറഞ്ഞ കർത്താവ് സംസാരിക്കണം പറഞ്ഞാലും. ഹല്ലേലൂയ. നമ്മൾ ഹൃദയം പകരുമ്പോൾ ദൈവം നമ്മൾ സംസാരിക്കുവാനിടയാവും. നിങ്ങൾ ആത്മാർത്ഥമാണ് ദൈവത്തോട് സംസാരിക്കാൻ പറഞ്ഞ ദൈവം സംസാരിക്കും. ജീസസ്. കർത്താവിന്റെ ശബ്ദത്തിന് ഞങ്ങൾ ഏൽപ്പിക്കുക. അല്പസമയം ദൈവശബ്ദം കേൾക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ആത്മാവിൽ ദൈവം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ വചനമായിരിക്കും തരുന്നത്. രാത്രി പറയണം നിങ്ങൾ. ചിലപ്പോൾ വചനമായിരിക്കും തരുന്നത്, ചിലപ്പോൾ വെളിപ്പാടായിരിക്കും തരുന്നത്, ദർശനമായിരിക്കും തരുന്നത്. നമ്മൾ ആത്മാവുമായിട്ട് സെൻസ് ചെയ്യണം. പരിശുദ്ധാത്മാവിൽ നമ്മൾ ആത്മാവ് സെൻസ് ചെയ്താലും വലിയ ശബ്ദം കേൾക്കണമെന്നില്ല. ചിലപ്പം കർത്താവ് വലിയ എന്താ പറഞ്ഞേ, ഓ
കൃത്യമായിട്ടായിരിക്കും ഇടപെടുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ട്യൂൺ ചെയ്യണം. നമ്മളെല്ലാ ഡിസ്ട്രാക്ഷൻസ് മാറ്റിയിട്ട് കർത്താവിൽ ട്യൂൺ ചെയ്താൽ ഹല്ലേലൂയ ജീസസ് സംസാരിച്ചാൽ അടിയനിത കർത്താവെ സംസാരിച്ചാൽ ഓ ഓ ജീസസ് ജീസസ് ദൈവശബ്ദത്തിനായി സമർപ്പിക്കും. ജീസസ് speak to me God, speak to me God, Lord, you're my Lord, I love you Jesus, you're Jesus, my Savior, I worship you, I give you glory, the name is Jesus, Jesus, hallelujah, glory, glory, glory to the Lord, glory, glory, glory to the Lord, I glory, glory, glory to the Lord, Jesus, Jesus. മാസ്റ്റർ ഇവിടെയുണ്ട്. യേശു നമ്മുടെ ഹൃദയങ്ങളെ അന്വേഷിക്കുന്ന ദൈവമാണ്. ജീസസ് ഇസ് ഹിയർ. ഹൃദയം ദിവസത്തിൽ പകർന്നു കൊടുക്കാൻ വേറെ ഒന്നും ചിന്തിക്കരുത്, വേറെ ഒന്നും നോക്കരുത്, അടുത്ത് നിൽക്കുന്നവരൊന്നും ശ്രദ്ധിക്കരുത്, നിങ്ങളുടെ വിഷയങ്ങളൊന്നും ഓർക്കരുത്, യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. യേശുവിനെ നോക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിന് അറിയാം. യേശുവിനെ നോക്കിയാൽ മതി, യേശുവിനെ നോക്കിയാൽ മതി. ജീസസ് 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 ഹല്ലേലൂയ. അല്പവിശ്വാസം പോലും ഉണ്ടാകരുത്, അല്പവിശ്വാസം ഉണ്ടാകരുത്, അവിശ്വാസം ഉണ്ടാകരുത്. രാത്രി യേശുവിനെ നോക്കാം. അവിശ്വാസം വന്നു കഴിഞ്ഞാൽ യേശുവിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അല്പവിശ്വാസികളെ എന്നൊരു വാക്യം വെളിപ്പെട്ട് വരും അവിടെ പറഞ്ഞത്. ഹല്ലേലൂയ. അതുപോലെ അവിശ്വാസം ഉണ്ടാകരുത്. നമ്മുടെ കർത്താവ് പറ, കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് ഞാൻ വിശ്വസിക്കുക, പൂർണ്ണമായി വിശ്വസിക്കാം. അങ്ങ് പറഞ്ഞ എല്ലാ വാക്യങ്ങളും വിശ്വസിക്കുന്നു, എല്ലാ ദൈവത്തിനെയും വിശ്വസിക്കുന്നു, യേശുവിനെ വിശ്വസിക്കുന്നു. രാത്രി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കും, ഞങ്ങളെ ബലപ്പെടുത്തും, ഞങ്ങളെ ശക്തീകരിക്കും. അങ്ങ് പറഞ്ഞ എല്ലാ വാക്യത്വങ്ങൾക്കായ സ്തോത്രം. സറണ്ടർ ചെയ്യുന്ന കർത്താവെ, നിത്യതയ്ക്കായ സ്തോത്രം. ഞങ്ങൾ കർത്താവെ ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ അന്ത്യം വരെ കർത്താവ് കൂടിയിരിക്കാന്ന് പറഞ്ഞല്ലോ. കർത്താവിനോട് പ്രാർത്ഥിക്കും. അവിടെ വന്നാൽ കർത്താവ് ഉണ്ടല്ലോ. ഞങ്ങൾ ഭൂമിയിൽ എങ്ങും ഒളിക്കാൻ പറ്റത്തില്ല കർത്താവ്. ഞങ്ങൾക്ക് എവിടെയും ഒളിക്കാൻ പറ്റും. സ്വർഗത്തിൽ പോയാൽ അവിടെയുണ്ട് കർത്താവ്, പാതാളത്തിൽ നിന്നാണ് അവിടെയാണ്, ഭൂമിയിൽ അവിടെയാണ്, എല്ലായിടത്തും കർത്താവ് ഉണ്ടല്ലോ. അവിടെ രാത്രി ഞങ്ങൾ സറണ്ടർ ചെയ്യുന്ന കർത്താവ്. ദൈവത്തിൻ്റെ മുന്നിൽ ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല, എല്ലാം ഓപ്പണാണ് കർത്താവേ. ഇന്ന് രാത്രി ദൈവത്തിന് മുന്നിൽ എല്ലാം ഓപ്പണാണ് കർത്താവേ. ഇന്ന് രാത്രി ഓപ്പണാണ്. ഹല്ലേലൂയ. ദൈവമക്കളായിട്ടുള്ള ഒരാൾ ശബ്ദം വെച്ച് പ്രാർത്ഥിച്ചാൽ ആമേൻ. ദൈവത്തിൽ പ്രാർത്ഥന ഉടരുന്നാൽ ഹല്ലേലൂയ. റെവലേഷൻ ചാപ്റ്റർ 5-6 ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. നിങ്ങൾക്ക് ദൂതുണ്ടോ? ലാസ്റ്റ് പറയാൻ വെച്ചോണ്ടിരിക്കുക. എല്ലാവർക്കും ദൂതുണ്ടോ? ലാസ്റ്റ് പറയാം. റെവലേഷൻ 5-6 അല്ലേ? യാ.
മതി. സെവൻ സ്പിരിറ്റ് അല്ലെങ്കിൽ 7 ഐസ്, അതാണ് ഞാൻ പറയാൻ വരുന്നത്. 7 ഐസ് അല്ലേ, 7 ഐസ്. ഇൻ റെവലേഷൻ ചാപ്റ്റർ 5-6 അവിടെ പറയുന്നു ദ 7 സ്പിരിറ്റ്സ് ആർ ദ 7 ഐസ്. എൻ്റെ മലയാളം ഒന്ന് വായിക്കാമോ? 5:6. അല്ല അല്ല, മലയാളമല്ലേ വായിച്ചത്? ഞാൻ കേട്ടില്ല വായിച്ചത്. ആ ഓ 7 ദൈവ ആത്മാക്കളായ, അതിന് ഇംഗ്ലീഷ് വായിച്ചു പ്രധാനം. ആ 7 സ്പിരിറ്റ്സ് ആർ 7 ഐസ്, അങ്ങനെ വാക്കില്ലേ? ഓക്കെ, 7 ഐസ്, 7 ഐസ് ഓഫ് ദ ലാം അല്ലേ? ഓക്കെ ഓക്കെ. റെവലേഷൻ 5:6 നമ്മൾ വായിക്കുന്നു. ഒന്ന്, ദ 7 സ്പിരിറ്റ്സ് ആർ ദ 7 ഐസ്. അപ്പം എന്ത് 7 സ്പിരിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? അപ്പം and they are sent out into all the earth. The 7 eyes speak of the spirits and the lamb's omniscience. അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ എന്താണ് എർത്തിൽ അയച്ചെന്നാണ് കാണിക്കുന്നത്. അവിടെ 7 സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആസ് എ ഹോളി സ്പിരിറ്റ്. 7 സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കാണിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് 7 സ്പിരിറ്റുകൾ? ഒന്ന്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. നമ്പർ 1 എന്താണ്? സ്പിരിറ്റ് ഓഫ് ദി ലോർഡ്. നമ്പർ 2 എന്താണ്? സ്പിരിറ്റ് ഓഫ് വിസ്ഡം. 7 കണ്ണുകളിലെ ഒന്നാമത്തെ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. സെക്കൻഡ് ആണ് ചക്കര, സൗണ്ട് ഉണ്ടാക്കരുത്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം. 3 എന്തുവാ? സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. 4ാമത്തെ എന്താ? സ്പിരിറ്റ് ഓഫ് കൗൺസിൽ. 5ാമത്തെ എന്താണ്? സ്പിരിറ്റ് ഓഫ് പവർ. 6ാമത്തെ എന്തുവാ? സ്പിരിറ്റ് ഓഫ് നോളജ്. 7ാമത്തെ എന്തുവാ? ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. അപ്പോൾ 7 കണ്ണുകളുടെ അർത്ഥങ്ങളാണ് ഈ പറഞ്ഞത്. ഹല്ലേലൂയ. ഈ ഐസയ്യ ചാപ്റ്റർ 11:2 വായിക്കുമ്പോൾ കാണാൻ പറ്റും ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള പറയുന്നുണ്ട്. ഹോളി സ്പിരിറ്റ് യൂസ് എ 7-fold ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. 7-fold ഡിസ്ക്രിപ്ഷൻ. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വിൽ റെസ്റ്റ് ഓൺ ഹിം. ആരുടെ മേളില? യേശുവിന്റെ മേളിൽ അല്ലേ? The spirit of the wisdom and of understanding, the spirit of counsel and power, the spirit of knowledge and of the fear of the Lord. Hallelujah. So അതൊരു പ്രൊഫസി ആണ് അല്ലേ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രൊഫസിയിൽ അല്ലെ മസഹ would be empowered not by 7 individual spirit but on the spirit describes 7 ways ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ല നമുക്കിങ്ങനെ പറയാം പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ഹോളി സ്പിരിറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഓംനി പ്രസൻസ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വിൽ റെസ്റ്റ് ഓൺ ഹിം. അത് യേശുവിന് കൊടുത്ത വാക്യത്തല്ല, യേശുവിനെ കുറിച്ച് യേശുവിൻ്റെ പ്രവചനമാണ്. വെള്ളത്തിൽ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. നമ്മൾ വായിക്കാം അല്ലേ? പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. സൗണ്ട് ഉണ്ടാക്കരുത്. വെള്ളത്തിൽ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ഹല്ലേലൂയ. എൻ്റെ മലയാളം വായിക്കരുത് കൊച്ചുമോളെ. 11:2 നിർത്തി വായിക്കാം. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും അല്ലേ? ആവസിക്കും. അടുത്ത 2, ജ്ഞാനത്തിന്റെ ആത്മാവ്. ഓരോന്ന് വായിക്കും. ജ്ഞാനത്തിന്റെ ആത്മാവ്. അടുത്ത എന്തുവാ? വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. അത് ഇന്ന് രാത്രിയിൽ ഈ ആത്മ സാന്നിധ്യം നമ്മൾ വെളിപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിന് വന്നതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളും ഗ്രഹിക്കണം അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ വാക്തത്വം നമ്മൾ യേശുവിനോടുത്ത വാക്തത്വമാണ്, അല്ലെ യേശുവിൻ്റെ പ്രവചനമാണ്, യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ആ വചനം ഇന്ന് രാത്രി നമ്മളങ്ങ് ഏറ്റെടുക്കാൻ പോവാം. കാരണം പിതാക്കന്മാർ അല്ലെങ്കിൽ പണ്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ചെറു ക്രിസ്തുക്കളെന്നാണ്. ശരിയല്ലേ? നിങ്ങൾ ചെറു ക്രിസ്തുക്കളെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെന്ന് രാത്രി നമ്മളൊക്കെ ആരാ? ചെറു ക്രിസ്തുക്കളാ അല്ലേ? നമ്മൾ ആരുണ്ട്? ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ യേശു തന്നെയാണ്. യേശു നമ്മുടെ ഉള്ളിലുണ്ട്. ആക്ച്വലി നമ്മൾ യേശു ഉള്ളിലുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. യേശു ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? പിതാവിൻ്റെ വലതുഭാഗത്താണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെ യേശു വരുന്നത്? അപ്പോൾ അവൻ്റെ ആത്മാവായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതാരാ? പരിശുദ്ധാത്മാവാണ്. ആക്ച്വലി നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ആരാ?
പരിശുദ്ധാത്മ, പക്ഷേ യേശു തന്നെയാണ്. പക്ഷേ യേശു റിയൽ ആയിട്ട് ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുക, പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, പിതാവാം ദൈവം അല്ലെ, പിതാവാം ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ, ഇന്നാണോ ഞാൻ പറഞ്ഞത്, ഇന്നലെ അല്ലേ, എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ഞാൻ വെളുപ്പിനെ ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ചു, പ്രാർത്ഥിക്കാൻ എഴുന്നേൽപ്പിച്ച് ഞാനിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു 2 സെക്കൻഡ് പിതാവാം ദൈവത്തെ കാണാൻ വേണ്ടിയാണ്. ഞാൻ ബ്രദറിനോട് പറഞ്ഞായിരുന്നല്ലേ, പിതാവാം ദൈവത്തെ കാണാൻ വേണ്ടി. പിതാവാം ദൈവത്തിൻ്റെ രൂപമില്ല കേട്ടോ, സ്പിരിറ്റാണ്. പക്ഷെ ഭയങ്കര പ്രകാശം. എങ്ങനെയാ? ഭയങ്കര പ്രകാശം, നോക്കാൻ പറ്റത്തില്ല. കണ്ണുകൾ ഒറ്റ പ്രാവശ്യം നോക്കിയുള്ളൂ, കണ്ണ് മഞ്ചി പോകും, അവിടെ കണ്ണ് കത്തിപ്പോവും. ഒത്തിരി പ്രകാശം ഈ പ്രകാശം പോലെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പം അത് പിതാവിനെ കണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ യേശുവിനെ എല്ലാവരും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മാനുഷിക രൂപമായിട്ട് അല്ലേ, അല്ലാതെ ഒരു തേജസ് അല്ല ഒരു മനുഷ്യൻ്റെ രൂപമായിട്ട്. പക്ഷെ പിതാവിനെ ആരും കണ്ടിട്ടില്ല, പിതാവിൻ്റെ രൂപമില്ല. പിതാവ് ഇങ്ങനെ ക്ലൗഡായിട്ട്, നമുക്ക് പഴയ നിയമത്തിൽ കാണുന്ന ക്ലൗഡായിട്ട്, ഇപ്പം പർവ്വതം കുലുങ്ങുന്ന പോലെ വന്നു, തീയായിട്ട് വന്നു, അല്ലെ തീ പോലെ വന്നു, അല്ലെങ്കിൽ കാറ്റ് പോലെ, അല്ലെ വലിയ കാറ്റടിക്കുന്നു. പക്ഷെ ദൈവം അങ്ങനെ ഒരു രൂപം കാണുന്നില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ രൂപമുണ്ട്. മീൻസ് ഒരു മിഡിൽ ഈസ്റ്റ് രൂപം നമുക്കറിയാം. അതുപോലെയാണ് യേശു എപ്പോഴും വരുന്നത്. അപ്പം അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടൊരു പിതാവിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നല്ലേ. അപ്പം ഞാൻ പറയാൻ കാരണം വെച്ചാൽ 2-3 സെക്കൻഡുകൾ കർത്താവിനെ കാണുവാണ്ടായി. അപ്പോൾ ആ വാക്യം ഒന്ന് വായിച്ചേ, നമ്മുടെ വിഷയം വിട്ടുപോയി ഇടയ്ക്ക്. ആവസിക്കുക, അതാണ് ഞാൻ പറയാൻ വന്നത്. യഹോവയുടെ ആത്മാവ് ആവസിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? സോ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നത്. ഞാൻ പറയാൻ വന്നത്, പിതാവാം ദൈവം നോക്കിയേ, പിതാവാം ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി വരാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അതിനെന്ത് ചെയ്തു? മനുഷ്യരൂപം എടുത്തു, പക്ഷെ ഒരു സീഡായിട്ട്. നോക്കിയേ, മറിയുടെ ഉള്ളിലോട്ട് സീഡ് വന്നല്ലേ, സീഡായിട്ട്. അപ്പോൾ നോക്കി, അത്രയോ വലിയ ദൈവം ഒരു സീഡായി മാറി. അത്രയും വലിയ അല്ലേ, അപ്പോൾ ദൈവത്തെ നമുക്ക് ഒരിക്കലും ഇമാജിൻ എങ്ങനെ ഇരിക്കുന്ന പറയാൻ പോലും പറ്റത്തില്ല. സോംനി പ്രസന്റ് അല്ലേ, ആ ദൈവം എങ്ങനെ ഒരു സീഡായി മാറി. ആ സീഡായിട്ട് ഒരു മനുഷ്യന്റെ ഉള്ളിൽ കയറി, സീഡാ അല്ലേ. അതാരാ? അതല്ലേ യേശുവായിട്ട് വന്നത്. അപ്പം സീഡായിട്ട് വന്ന ആരാ? പിതാവാം ദൈവം തന്നെയാണ്. പക്ഷെ പിതാവാം ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റത്തില്ല, ആ സ്പിരിറ്റ്. അപ്പം നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിലാണ് അല്ലേ മറിയ ഗർഭിണിയാണ്. അപ്പോൾ ആരാ അവിടെ വന്നത്? പരിശുദ്ധാത്മാവ് വന്നല്ലേ. പരിശുദ്ധാത്മാവായിട്ട് പിതാവ് ദൈവം. ഓക്കെ, പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം കണ്ടോ? ഹല്ലേലൂയ. അപ്പം ഞാൻ പറയാൻ കാരണം, ആവസിക്കുക അല്ലേ. അപ്പം ഈ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വരുമ്പോൾ ശക്തി പ്രാപിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? അതെന്തിനു വേണ്ടിയാണ്? സകല സത്യത്തിൽ വഴി നടത്തുവാൻ. 2 അത് കറക്റ്റാണ്. 2 നമ്മൾ നിത്യതയെ കൊണ്ടുപോകാൻ വേണ്ടി അല്ലേ. 3 നമ്മൾ യേശുവിനെ സ്നേഹിക്കാൻ വേണ്ടി. നമ്മൾ യേശുവിനെ ആരും കണ്ടിട്ടില്ല. നമ്മളാരെങ്കിലും യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ദർശനം കണ്ടിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് യേശുവിനെ കണ്ടിട്ടില്ല. അതാ മീൻ ചെയ്തത്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത് കൊണ്ടാണ് യേശുവിനെ സ്നേഹിക്കാൻ പറ്റുന്നത്. നാളെ ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് കയറി വന്നാലും യേശുവിനെ തള്ളി പറയാൻ പറഞ്ഞാൽ നമ്മൾ തള്ളിപ്പോയോ? നമ്മൾ തള്ളി പറയത്തില്ല. ഇപ്പം നിന്റെ തല വിട്ടു എന്ന് പറഞ്ഞാലും വെട്ടിക്കളാൻ പറയും അല്ലേ. കാരണം എന്താണ്? യേശുവിന് ഉള്ളിൽ നമ്മൾ വന്നത് കൊണ്ട്. അതുകൊണ്ടാണല്ലോ അനേകരെ നൈജീരിയയിൽ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണല്ലോ ഇനി ഇന്ത്യയിൽ അനേകരെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ തള്ളി പറയുന്നില്ല. കാരണം എന്താണ്? യേശുവിടെ ഉള്ളിൽ വന്നതുകൊണ്ട്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുവിൻ്റെ മുകളിൽ പരിശുദ്ധാത്മ ആവസിച്ചു. അങ്ങനെയാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മ നമ്മുടെ മേൽ ആവസിക്കണം. ആവസിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് സാക്ഷിയായി തീരുന്നത്. നിങ്ങൾ സാക്ഷിയായി തീരണം. മറ്റേത് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? അതായത് 2 യോഹന്നാന്റെ അകത്ത് കാണിക്കുന്നത്, നമ്മൾ ഉള്ളിൽ വന്നിരിക്കുക നിത്യത കൊണ്ടുപോകാൻ വേണ്ടി. അത് നമ്മുടെ പേഴ്സണൽ ലൈഫാണ്. മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പേഴ്സണൽ ലൈഫാണ്, നമ്മുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി. അതായത് അനുദിനം നേരത്തെ പറഞ്ഞ പോലെ സത്യത്തിൽ നമ്മളെ വഴി നടത്താൻ വേണ്ടി, പാപം ചെയ്യാതിരിക്കാൻ നമ്മളെ നടത്താൻ വേണ്ടി, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടാൻ വേണ്ടി. അനുദിനം ഇത് ഉള്ളിലിരിക്കുന്നതുകൊണ്ടാണ് അനുദിനം നമ്മളെ ശുദ്ധീകരിച്ച് മാനസാന്തരപ്പെട്ട് ക്ഷമ ചോദിച്ച് മുന്നോട്ട് പോകുന്നത്. അത് ആർക്ക് വേണ്ടിയാ? അത് ഇൻഡിവിജ്വൽ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ അല്ലേ. അത് ഒരു കൂട്ടത്തിന് വേണ്ടിയല്ല. അത് എനിക്കുള്ളത് കൊണ്ട് എനിക്ക് വേണ്ടി മാത്രമാണ്. താങ്കൾക്ക് വേണ്ടിയുള്ളൂ. പക്ഷേ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ ഇത് സംഭവിക്കും. അത് ആവസിക്കുക. യേശുവിൽ മേൽ ആവസിച്ചു. അടുത്തെന്തുവാ? എന്നിട്ട് ആവസിച്ചു. 2 ആവസിച്ചിട്ടാ എന്നിട്ട് ജ്ഞാനത്തിൻ്റെയും അപ്പം ജ്ഞാനത്തിൻ്റെയും ഈ ആവസിച്ച് കഴിയുമ്പോൾ ജ്ഞാനം, വിവേകം, ആലോചന, ബലം, പരിജ്ഞാനം, യഹോഭക്തി, പ്രമോദം അല്ലെ, 7 കാര്യങ്ങൾ വെളിപ്പെട്ട് വരിക. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളിൽ മേൽ ആവസിച്ച് കഴിയുമ്പോഴത്തേക്ക്,
ഹല്ലേലൂയ. നമ്മുടെ പരിശുദ്ധാത്മ ഉള്ളിലുള്ളതുകൊണ്ടുള്ള ഫ്രൂട്ട് വെളിപ്പെടുന്നു അല്ലേ? പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ട് വെളിപ്പെടുന്നു ഉള്ളിലുള്ളതുകൊണ്ട്. പക്ഷെ ആ പരിശുദ്ധാത്മാ നമ്മുടെ മേൽ വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ പല കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ട് പല കാര്യങ്ങൾ വെളിപ്പെട്ട് വരും. ഒന്നെന്താണ്? ജ്ഞാനം വരും. ജ്ഞാനം വരും അല്ലേ? ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ആരെയാണ് ജ്ഞാനം കൊണ്ട് നിറച്ചത്? യേശു ഉണ്ട് അല്ല, പിന്നെ വേറെ പലരെയും ഉണ്ട് ജ്ഞാനം കൊണ്ട് നിറച്ചത്. ശലോമനെ ജ്ഞാനം കൊണ്ട് നിറച്ചു അല്ലേ? പിന്നെ ആരെയാണ്? ജ്ഞാനം കൊണ്ട് പലരെയും നിറച്ചിട്ടുണ്ട്. ജ്ഞാനം. അടുത്ത പരിജ്ഞാനം അല്ലേ? പരിജ്ഞാനം കൊണ്ട് കർത്താവ് ഇതെല്ലാം കർത്താവ് തന്നെയാണ്. പരിജ്ഞാനം കർത്താവ്. അങ്ങനെയാണ് യേശു യേശു എന്ന് പറഞ്ഞാൽ പരിജ്ഞാനമാണ്. യേശു എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. യേശു എന്ന് പറഞ്ഞാൽ വിസ്ഡമാണ്. യേശു എന്ന് പറഞ്ഞാൽ ബലമാണ്. യേശു എന്ന് പറഞ്ഞാൽ 7 കാര്യങ്ങൾ യേശുവാണ് അല്ലേ? യേശു മേൽ ആവസിച്ചു. ഇതെല്ലാം യേശു തന്നെയാണ്. പക്ഷേ നമ്മളിൽ മേൽ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം നമുക്കുണ്ടാവണം. നമുക്ക് പരിജ്ഞാനം ഉണ്ടാകണം അല്ലേ? നമുക്ക് ബലമുണ്ടാകണം. നമുക്ക് പവർ ഉണ്ടാകണം. യഹോവ ഭക്തി നമുക്കുണ്ടാവണം. പ്രൈസ് ഗോഡ് അല്ലേ? പക്ഷെ ഇത് ഉള്ളിൽ നമുക്ക് വന്നു കിട്ടിയിരിക്കുകയാണ്. യേശു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ മേൽ ശക്തി വരുമ്പോൾ നിങ്ങൾ എന്തായിത്തീരും? സാക്ഷിയായിത്തീരും. അപ്പൊ സാക്ഷി എന്താണ്? അത്ഭുതം മാത്രമാണ് സാക്ഷി അല്ല. ശക്തി മാത്രമാണ് സാക്ഷി അല്ല. പരിജ്ഞാനം മാത്രമാണ് സാക്ഷി. കണ്ടോ? ഇതെല്ലാം ഇതിനകത്ത് വരും. പരിജ്ഞാനം ഇല്ലെങ്കിലോ ദൈവം നമ്മളെ മറ്റുള്ളവർ നമ്മളെ ദുഷിക്കും അല്ലേ? പരിജ്ഞാനം ഇല്ലെങ്കിൽ. പ്രൈസ് ഗോഡ്. വിസ്ഡം നമുക്ക് വേണം. ശക്തി നമുക്ക് ആവശ്യമാണ്. സാക്ഷി നമുക്ക് ആവശ്യമാണ്. ഇനി സാക്ഷി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മിനിസ്ട്രിയും കുറിക്കുന്നുണ്ട്. മിനിസ്ട്രി, 5 ഫോൾഡ് മിനിസ്ട്രിയും കുറിക്കുന്നുണ്ട്. പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ശക്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒരു മിനിസ്ട്രിയുടെ ചെയ്യുക കർത്താവ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ എന്താണ്? ഈ പരിശുദ്ധാത്മ ഉള്ളിലുണ്ട്, സമ്മതിക്കുന്നു. കർത്താവ് പറഞ്ഞു, ജീവജല നദിയുടെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകും അല്ലേ? എത്ര നദിയുണ്ടത്? 1000 നദിയാണോ? അല്ല. 10000 നദിയാണോ? അല്ല. പിന്നെ എത്രയുണ്ട്? കോടിക്കണക്കിന് നദിയാണോ? അറിയില്ല. കർത്താവ് പറഞ്ഞെന്താണ്? ജീവജല നദികള് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെന്താ അർത്ഥമില്ല. എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എത്ര നദികളെന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് നദികളുണ്ട്. പക്ഷെ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോഴോ നിങ്ങൾക്ക് ശക്തി ലഭിക്കും അല്ലേ? ശക്തി ലഭിക്കും. ഒന്നെന്താണ്? മിനിസ്ട്രി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സാക്ഷിയായി തരുവാൻ വേണ്ടി. 5 ഫോൾഡ് മിനിസ്ട്രി ആണെങ്കിൽ ശക്തി ആവശ്യമാണ്. അല്ലെ 5 ഫോൾഡ് മിനിസ്ട്രി ചെയ്യാൻ പറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സോ ഒന്ന്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ആത്മാവിനെ, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. രണ്ടെന്താണ്? സ്പിരിറ്റ് ഓഫ് ദ വിസ്ഡം. മൂന്നെന്താണ്? ദ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നാലെന്താണ്? ദ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ. അഞ്ചെന്താണ്? ദ സ്പിരിറ്റ് ഓഫ് പവർ. ആറെന്താണ്? ദ സ്പിരിറ്റ് ഓഫ് നോളേജ്. ഏഴെന്താണ്? ദ സ്പിരിറ്റ് ഓഫ് ദി ഫിയർ ഓഫ് ദ ലോർഡ്. ഇതാണ് 7 കണ്ണുകൾ. ഒറ്റ ഒരാൾ തന്നെ. ആരാണ്? ഹോളി സ്പിരിറ്റ് തന്നെയാണ്. പ്ലീസ് ഗോഡ്. അപ്പോൾ ഹോളി സ്പിരിറ്റിന്റെ പല വിഭാഗങ്ങൾ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ അല്ലെ? പല സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആളുകൾ പല രീതികളിലാണ് പരിശുദ്ധാത്മാവ്. ആത്മാവ് ഒന്നത്രേ അല്ലേ? അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് ഒന്നാണ്, ഒറ്റ ആത്മാവാണ്. പക്ഷെ പല കാര്യങ്ങൾക്ക് വേണ്ടി പലരെയും ദൈവം ഉപയോഗിക്കും. പരിശുദ്ധാത്മാവ് ഒന്നാണ്, ഒറ്റ ആളാണ്. പക്ഷെ പല കാര്യങ്ങൾക്ക് വേണ്ടി പലരെയും പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും. അപ്പൊ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഇത് നിറയണം. നമ്മൾ ഈ ആത്മാവ് നമ്മളിൽ എന്താണ്? വരണം. പരിശുദ്ധാത്മാവ് നമ്മുടെ വരണം. പരിശുദ്ധാത്മാ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ആള് മാറുന്നേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിലുണ്ട്, സമ്മതിക്കും. അതിനു വേണ്ടിയാണ്, നിത്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി, അത് യേശുവിനെ സ്നേഹിക്കാൻ വേണ്ടി. പക്ഷേ പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ആൾ മാറും. പരിശുദ്ധാത്മാവിന് ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിയുന്നത് സംഭവിക്കും. നമ്മൾ ആൾ മാറും. അന്യഭാഷ മാത്രമല്ല. പലരും വിചാരം അന്യഭാഷ മാത്രമുള്ളല്ല. നമ്മൾ ആൾ മാറും. എല്ലാം വരും. പ്രവചനം വരും, രോഗശാന്തി വരും അല്ലേ? കൃപാവരങ്ങളെല്ലാം വരും. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഫലം വരും. പിന്നെന്താണ്? താലന്തുകൾ വരും. താലന്തുകൾ വരുന്നില്ലേ? പരിശുദ്ധാത്മാവിന്റെ താലന്തുകൾ വരും. ഹല്ലേലൂയ. ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ഇതുവരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതുവരെ ഓപ്പൺ ആകാത്ത ഡോറുകൾ കർത്താവ് ഓപ്പൺ ആക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അവിടെ രാത്രിയോട് പ്രാപിക്കണം. രാത്രി പ്രാപിക്കാൻ പോവാം. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിടെ ഉണ്ട്. ആവസിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. എന്നെ കാണിക്കുന്നത് യേശുവിന്റെ സ്നാന ശുശ്രൂഷ കാണിക്കാം. എന്നെ കാണിക്കും ദൈവമാണ്. യേശുവിന്റെ സ്നാന ശുശ്രൂഷ യോഹന്നാൻ നിന്ന് സ്നാനപ്പെടുത്തും. ജോർദാനിൽ കിലോമീറ്ററോളം യേശു നടന്നു പോകും. ജോർദാനിൽ ഇറങ്ങി. അപ്പൊ ചുറ്റിനും ജനം നിപ്പുണ്ട്. ഇറങ്ങി ജോർദാനിൽ ഈ യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെടും യേശു അല്ലേ? അപ്പോൾ പ്രാവെന്ന രൂപത്തിൽ ആരിറങ്ങി വന്നു? പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവിടെ ഒരു ദൈവശബ്ദം കേൾക്കുവാനിടയായി. പിതാവാം ദൈവം സംസാരിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് സ്നാനത്തിനകത്ത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു രംഗം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക ദൈവം. യേശുവിന്റെ സ്നാനത്തിന്റെ ആ രംഗം എന്നെ കാണിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. അതും ഇതുമായിട്ട് എന്താ എവിടെയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല, അർത്ഥം എന്താ എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി.
രാത്രിയിൽ കർത്താവെ ഇവിടെ ഞങ്ങൾ സറണ്ടർ ചെയ്യുക. പിതാവും ദൈവത്തിൻ്റെ 3 പേരുടെ കൂടി യോജിപ്പിക്കുന്ന ഒരു അനുഭവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി യോജിച്ച ഒരു അനുഭവം അവിടെ. ത്രിയേക ദൈവം ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലം അവിടെ, അല്ലേ? ത്രിയേക ദൈവം ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലം, ത്രിയേക ദൈവത്തെ ഒന്നിച്ച് കാണിക്കുന്ന ഒരു സ്ഥലം. പിതാവിൻ്റെ ശബ്ദം പുത്രനായ യേശുവിടെ ഉണ്ട്, പരിശുദ്ധാത്മാവിടെ ഇറങ്ങി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക. താങ്ക് യു ജീസസ്. കർത്താവ് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്നാൽ യേശുവിൽ ആവസിച്ചതുപോലെ, യേശു കർത്താവാണ്, യേശു ദൈവപുത്രനാണ്. കർത്താവെ, എന്നാലും ഞങ്ങൾ യാചിക്കുന്നു, വചനം വെച്ച് യാചിക്കുന്നു. അത് ഞങ്ങൾക്ക് തരണം കർത്താവെ. ആ ശക്തി ഞങ്ങൾക്ക് തരണം കർത്താവെ. ആ ബലം ഞങ്ങൾക്ക് തരണം കർത്താവെ. ആ പരിജ്ഞാനം ഞങ്ങൾക്ക് തരണം കർത്താവെ. ആ യഹോവഭക്തി ഞങ്ങൾക്ക് തരണം കർത്താവെ. പ്രൈസ് ഗോഡ്. ഹാലലുയ. ഞങ്ങൾക്ക് തരണം കർത്താവെ. ഇതിനകത്തിൽ പരിശുദ്ധാത്മ ഞങ്ങളുടെ മേൽ ആവസിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ആവസിക്കട്ടെ. ദൈവാത്മാവ് നിന്നെ മുദ്രാമോതിരമാക്കി മാറ്റും. ഏറ്റെടുത്തു. രാത്രി നിന്നെ മുദ്രാമോതിരമാക്കി. ഹല്ലേലൂയ. നിന്നെ ആത്മാവിൽ ഞാൻ നിറയ്ക്കും, നിന്നെ പരിജ്ഞാനത്തെ ഞാൻ നിറയും. പ്രൈസ് ഗോഡ്. ഓ താങ്ക് യു ജീസസ്. ഓ ഞാൻ ആത്മാവിൽ നിറയ്ക്കാൻ പോകുക. ഏറ്റെടുത്തോ, ഞാൻ ആത്മാവിൽ നിറയ്ക്കാൻ പോവാ. താങ്ക് യു ജീസസ്. ആരും ജ്ഞാനമില്ലെന്ന് പറയണ്ട, ആർക്കും വിസ്തമില്ലെന്ന് പറയണ്ട, ബുദ്ധിയില്ലെന്ന് ആരും പറയണ്ട. കർത്താവ് ഞാൻ ആത്മാവിൽ നിറയ്ക്കാൻ പോകുന്നു രാത്രി. ഓ ജീവിതം വ്യത്യാസപ്പെടുത്താൻ പോകട്ടോ. ഓ ഹാലൽ, ഞാൻ ആത്മാവിൽ നിറയ്ക്കാൻ പോവാ. ഏറ്റെടുത്തു കുഞ്ഞുങ്ങളെല്ലാം ഏറ്റെടുത്തു. ഓ ഞാൻ ആത്മാവിൽ കർത്താവ് നിറയ്ക്കാൻ പോവാ. ഓ വിസ്തം കർത്താവ് തരാൻ പോവാ. റാബാസികന. ഹാലലൂയ. വിസ്തം ദൈവം തരാൻ ചില വിടുതൽ കർത്താവ് ചെയ്യാൻ പോവാ. ബ്രദറിന്റെ പേര് ശരീരം വിടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഹാലലൂയ. ചില വിടുതൽ നടക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ഓ രാത്രി ചിലതൊക്കെ പൊട്ടും, ചില ബന്ധനങ്ങൾ അഴിയും. ജ്ഞാനമില്ലെന്ന് ആരും പറയരുത്, ബുദ്ധിയില്ലെന്ന് ആരും പറയരുത്, ഓർമ്മയില്ലെന്ന് ആരും പറയരുത്. രാത്രി കർത്താവ് പകരാൻ പോവാ. ഓ ആത്മസ്ഥാനത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവം ചെയ്യുന്നേ. വചനം ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്. എല്ലാവരും വിളിച്ചു പറയാം, കർത്താവിനെ ആ വചനം വിശ്വസിക്കുക. യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണെങ്കിലും യേശുവിൻ്റെ ആ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങളുടെ മേൽ വരും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വരും. അത് ഹല്ലേലൂയ. ചർച്ചയിൽ ഉണ്ടാകും കർത്താവേ. ഇന്ന് രാത്രി ഇത് വെളിപ്പെട്ട് വരട്ടെ. നമ്മൾ ഇന്ന് വരെ കേൾക്കാത്തൊരു പ്രസംഗം ഇത്. എല്ലാവരും പറയുന്നത് അല്ല, യേശുവിൻ്റെ ആ പ്രവചനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു വിടുന്നത്. പക്ഷെ നമുക്ക് പ്രാപിക്കാമെന്ന എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ട് പറയാം, നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റും അല്ലേ? കാരണം വചനമില്ലേ? യേശുവിൽ വന്ന അതേ ആത്മസാന്നിധ്യം നമുക്ക് യാചിക്കാമല്ലോ. യേശു പറഞ്ഞെന്താണ്? ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ ചെയ്തതിനേക്കാളും വലുത് നിങ്ങൾ ചെയ്യും. കർത്താവ് പറഞ്ഞതല്ലേ, ഞാൻ പോകുന്നത് നല്ലതല്ലേ, ഞാൻ ചെയ്തതിനേക്കാളും വലുത് നിങ്ങൾ ചെയ്യും. ഏറ്റവും അസൂയില്ലാത്ത ഒരാൾ യേശുവാണ്. അല്ല, യേശു പറയത്തില്ലേ? അപ്പൊ നമ്മളാണെങ്കിൽ പറയല്ലേ, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ ചെയ്തതിനേക്കാൾ കുറച്ചൊക്കെ നീ ചെയ്യും. പക്ഷെ യേശു അങ്ങനല്ലേ പറഞ്ഞത്? യേശു എന്താ പറഞ്ഞത്? ഞാൻ പോകുന്നത് നല്ലത്. പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് വാങ്ങി അയച്ചു തരുന്നതിനാൽ, എവിടുന്നാണ്? പിതാവാൻ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വാങ്ങി അയച്ചു തരുന്നതിനാൽ ഞാൻ ചെയ്തതിനേക്കാൾ വലുത് ചെയ്യും. പ്രൈസ് ഗോഡ്. അങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ എന്താണ് നമ്മുടെ മേൽ ആത്മസാന്നിധ്യം വന്നു കഴിഞ്ഞാൽ യേശു ചെയ്തതിനേക്കാൾ വലുത് ചെയ്യും. ആരുടെ മഹത്വത്തിന് വേണ്ടിയാ? യേശുവിന്റെ മഹത്വത്തിന് വേണ്ടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് യേശു സ്നാനപ്പെടുത്തിയ ഒരു ചെറിയൊരു ഭാഗം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം യേശു സ്നാനപ്പെടുത്തിയിട്ടില്ല. യേശു എന്ത് ചെയ്തു? ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ട് യേശു ഇവിടെ നിൽക്കും, കരയ്ക്ക് നിൽക്കുകയായിരുന്നു അല്ലേ? യേശു പിന്നെ ചെയ്യാനേ പോയിട്ടില്ല. നോക്കിയേ, യേശു ചെയ്തതെല്ലാം സാമ്പിളാണ്. ബൈബിളിനകത്ത് കാണിക്കുന്ന എല്ലാം സാമ്പിൾ കാണിച്ചിരിക്കുക. എന്നിട്ട് ആര് ചെയ്തോണം? നിങ്ങൾ എന്ത് ചെയ്യണം? ശിഷ്യന്മാർ പോയി ചെയ്തോണതെല്ലാം. അങ്ങനെ ആ സാമ്പിൾ എല്ലാം രാത്രി വെളിപ്പെട്ട് വരണം. ഒന്ന് രാത്രി ബൈബിൾ എടുത്ത് നില വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ബൈബിൾ തലയോട്ടെടുത്ത് എല്ലാവരും തലയോട്ടെടുത്ത് വെക്കുക. കർത്താവ് യേശു ചെയ്തതിനേക്കാൾ വലുത് ചെയ്യണം. ഹല്ലേലൂയ. ബൈബിൾ എടുത്ത് നില വെച്ചിട്ട് പറ, യേശു ചെയ്തതിനേക്കാൾ വലുത് ഞാൻ ചെയ്യും. ഈ ബൈബിളിനകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ വരട്ടെ. ഈ ബൈബിളിനകത്തുള്ള എല്ലാ അത്ഭുതങ്ങളും എന്നിലൂടെ കർത്താവ് ചെയ്യും. ഈ ബൈബിളിനകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും യേശുവിന്റെ നാമത്തിൽ എനിക്ക് വരും. ഞാൻ എന്നെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. ഇതാണ് ബൈബിളുമായിട്ട് വരണമെന്ന് പറയുന്നത്. ഇതിനാണ് ചർച്ചിൽ ബൈബിളുമായിട്ട് വരണമെന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. താങ്ക് യു ജീസസ്. എപ്പോഴാണ് കർത്താവ് പറയാൻ പറ്റത്തില്ല, ബൈബിൾ എടുക്കാൻ പറയാം. ഓ റാഖാമാനാസി ശാന്താരാഖാബാബ. വചനം തീയ കേട്ടോ, വചനം തീയ. രാത്രി ഞാൻ പ്രിപ്പറേഷൻ ഒന്നുമില്ല ബ്രദർ, പ്രിപ്പറേഷൻ ഇല്ലാതെ വന്നത്. ഞാൻ ആ ഒരു 7 പോയിന്റ് മാത്രം എഴുതി വെച്ച് ഇങ്ങനെ ഓടി പോകുന്നു. ഹല്ലേലൂയ. രാത്രി വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. താങ്ക് യു ജീസസ്. പ്രൈസ് ഗോഡ്. എന്നോട് കർത്താവ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, പിശാച് 3 കാര്യങ്ങൾ എപ്പോഴും മനുഷ്യന് ഇടപെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തകർക്കാൻ പോകും. അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നെന്താണെന്നറിയാമോ? ചിന്തകളിൽ
നമ്മുടെ തോട്ട്സ് അല്ലേ? നമ്മുടെ തോട്ട്സിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ആരാ? ആക്രമിക്കും. പ്രത്യേകിച്ച് വിശ്വാസികളുടെ തോട്ട്സിൽ ഏറ്റവും കൂടുതൽ പിശാച് ആക്രമിക്കുന്നത്. അതുകൊണ്ടാണ് യേശു അഡ്വാൻസ്ഡ് പറഞ്ഞത് എല്ലാ കോട്ടകളും എന്ത് ചെയ്യണം? ഇടിച്ചു കളഞ്ഞു. നമ്മളുടെ കോട്ടകളാണ് പണിതുകൊണ്ടിരിക്കും. ചിന്തകളാണല്ലോ കോട്ടകൾ പണിതുകൊണ്ടിരിക്കും. എന്ത് ചെയ്യണം അപ്പം? യേശുവിൻ്റെ നാമത്തിൽ പിശാച് കൊണ്ടുവരുന്ന എല്ലാ കോട്ടകളും ഇടിച്ചു കളയാം. ഹാലലൂയ. ഇന്നെല്ലാവരും പറഞ്ഞാൽ എൻ്റെ ചിന്തകളിൽ കൊണ്ടുവരുന്ന പിശാച് കൊണ്ടുവരുന്ന എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന പിശാചിൻ്റെ എല്ലാ കോട്ടകളെയും യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്ത് ഇടിച്ചു കളയാം. ഞാൻ ഇടിച്ചു കളയാണ്. ഞാൻ യേശുവിനെ ഇടിച്ചു കളയാണത്. അതിന് ഞാൻ നിരപ്പാക്കി കളയുന്നു. അതിന് ഞാൻ കടലെറിയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ ചിന്തകളിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇടിച്ച് ഞാൻ കടലെറിയുകയാണ്. എന്നിട്ട് പറ, പരിശുദ്ധാത്മാവേ എൻ്റെ ചിന്തകളെ അങ്ങ് കൺട്രോൾ ചെയ്താലും ഞാൻ അതിനുവേണ്ടി സമർപ്പിക്കുന്നു. ജീസസ് മൈറ്റ് നെയിം. ആമേൻ. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്നറിയാവോ? ഗിൽറ്റ് ഉണ്ടാക്കുക. നമ്മുടെ എന്താണ്? കഴിഞ്ഞു പോയ പാവങ്ങളെല്ലാം പിന്നെ ആരെ കൊണ്ടുവരും? പിന്നെ കൊണ്ടുവരും. കർത്താവ് പറഞ്ഞതെല്ലാം ഇവിടെ കൊണ്ട് കളഞ്ഞു, എൻ്റെ പുറയിൽ കളഞ്ഞു അല്ലേ? അല്ലെങ്കിൽ സമരത്തിൻ്റെ ആഴത്തിൽ കൊണ്ട് കളഞ്ഞു. അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ കഴി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുക നമ്മൾ. പക്ഷേ 2 ദിവസം കഴിയും പിന്നെയും ഇത് ഓർമ്മ വരും. അത് ആരുടെ പരിപാടിയാണ്? ഇവൻ്റെ പണ്ടത്തെ തന്ത്രം ഇപ്പോഴത്തെ തന്ത്രമാണ്. മനസ്സിലായോ? അന്നോട്ടുള്ള തന്ത്രമാണ്. നമ്മളെ എങ്ങനെയും അപ്പോഴേ നമ്മളങ്ങ് പശ്ചാത്തലിക്കാൻ ഞാൻ പാപം ചെയ്തു പോയി അല്ലേ? ഞാനന്ന് പാവം ലേറ്റ് പറഞ്ഞു, പിന്നെയും അത് പിന്നെ പോകി വരും. അതിൻ്റെ അർത്ഥം കർത്താവ് ക്ഷമിച്ചിട്ടില്ല. നമ്മുടെ വിചാരം അതാണ്. കർത്താവ് ക്ഷമിച്ചാൽ പിന്നെ ഇവൻ തപ്പിയെടുത്തോണ്ട് വരും. രണ്ടാമത്തെ പരിപാടി അവൻ്റെതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയായി നമ്മൾ ശാസിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളെ ശാസിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്താ കുഴപ്പമല്ലേ? ഒരിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ സ്വപ്നം കാണുവാനിടയായി. ആ മനുഷ്യൻ കാണുന്നത് എന്താണെന്നറിയാവോ? ഒരു ബക്കറ്റിൻ്റെ അകത്തുനിന്ന് തുണി എടുത്തിട്ട് പിശാച് ഇങ്ങനെ പൊക്കി കാണിച്ചു. കണ്ടോ? ഈ വെള്ളത്തുണി മുഴുവൻ കറകളാ. കേട്ടിട്ടില്ലേ? ഈ വെള്ളത്തുണി മുഴുവൻ കറകളാ. ഇതെന്താണ്? ഈ കറകൾ നിന്റെ പാപങ്ങളാണ്. ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ്, കർത്താവേ ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പാവങ്ങളെല്ലാം ഞാൻ കഴിയുക. വീണ്ടും പിശാച് പൊക്കിക്കൊണ്ട് വരിക. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പുള്ളി കരഞ്ഞ നിലവിളികൾ തുടങ്ങി. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു വന്നിട്ട് എന്ത് ചെയ്യാം? ബക്കറ്റിൻ്റെ അകത്ത് തുണി പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം വെള്ളയെ ഇല്ലേ? ഈ കറകളൊന്നുമില്ല. ഇതെല്ലാം എൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതാണ്. ഇനി നീ സൂക്ഷിച്ചു നോക്ക്. ഇതിൻ്റെ അകത്ത് ഒട്ടും സ്പോട്ടില്ല, ഒരു കറയില്ല. പ്രൈസ് ഗോഡ്. അപ്പം ഇന്ന് രാത്രി എന്താണ്? യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകല് പ്രാപിച്ചിരിക്കുക. അപ്പം മാനസാന്തരപ്പെട്ടാൽ മതി. എന്ത് ചെയ്യണം? ചെറിയ ചെറിയ പാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ മാനസാന്തരപ്പെടണം. കടന്നുറങ്ങുന്നതിന് മുന്നേ ദൈവത്തോട് ഏറ്റുപറയണം. അല്ലെങ്കിൽ ചെയ്ത് ഉടനെങ്കിൽ അല്ല ഓർമ്മ വന്നെങ്കിൽ അറിയാതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം അങ്ങ് പറഞ്ഞേക്കണം, കർത്താവേ ക്ഷമിക്കണം, ചെയ്തു പോയി അല്ലേ? പിന്നെ ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാം. ദീപ റാഖാമാന. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ആത്മാവ് ഞങ്ങളെ ഒഴുകട്ടെ. ആ ദിവസം നമുക്ക് എഴുന്നേറ്റിരിക്കാമല്ലോ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാലും ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാലും എല്ലാവരും വിളിച്ചു പറ ഹല്ലേലൂയ. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. എല്ലാവരും പറയാം, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ദ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ദ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, ദ സ്പിരിറ്റ് ഓഫ് പവർ, ദ സ്പിരിറ്റ് ഓഫ് നോളജ്, ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. ഇന്ന് രാത്രി എൻ്റെ മേൽ വരും. റെവലേഷൻ 5:6 കാണുന്ന ആ 7 ആത്മാവ് അല്ലേ? 7 സ്പിരിറ്റ്സ്, 7 ഐസ് ഓഫ് ലാംസ് എന്നിൽ വരും. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പ്രകാരം യേശുവിന്റെ പ്രവചനമാണ്. യേശുവിൽ വന്നതുപോലെ ഇന്ന് രാത്രിൻ്റെ വരും. പരിശുദ്ധാത്മാവെ അതിനോട് ഞങ്ങൾ ക്ഷണിക്കുക. ഈ മന്ദിരം ഏൽപ്പിച്ചു തരുന്നു. ഈ വെസല് ഞങ്ങൾ സമർപ്പിക്കുക. ഞങ്ങളുടെ മേൽ അത് വരും. ഞങ്ങൾ ഇന്നു മുതൽ ആൾ മാറും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ആൾ മാറും. ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ ആൾ മാറും. ഞങ്ങളുടെ ജോലി മണ്ഡലത്തിൽ ഞങ്ങൾ ആൾ മാറും. ഹല്ലേലൂയ. ഞങ്ങൾ പഴയ സ്വഭാവം അല്ല. ഇന്നു മുതൽ വേറൊരു പുതുക്കത്തിലാണ് ഞങ്ങൾ പോകാൻ പോവാം. ഒരു പുതുക്കത്തിലൂടെ പോകാൻ പോവാം. ഓ റാബാസി. ഞങ്ങൾ കരങ്ങൾ വെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാവും. ഭൂതങ്ങളെ ഞങ്ങൾ പുറത്താക്കും യേശുവിൻ്റെ നാമത്തിൽ. ഒരു കെട്ടും ഞങ്ങൾക്ക് ഉണ്ടാകത്തില്ല, ഒരു ബന്ധനം ഉണ്ടാകത്തില്ല യേശുവിൻ്റെ നാമത്തിൽ. ദുരാത്രി ഞങ്ങളെല്ലാം തകർക്കുക. ഞങ്ങൾക്കെതിരെ വിരോധമായി എല്ലാം തകർക്കുക. എല്ലാവരും പറ ഹല്ലേലൂയ. ഞങ്ങളുടെ കടഭാരങ്ങൾ ഞങ്ങൾ ശാസിക്കുന്നു. ഞങ്ങളുടെ ഡെബിറ്റ്സ് ഞങ്ങൾ ശാസിക്കുന്നു. ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ഞങ്ങളുടെ ബാങ്ക് ലോണുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ഞങ്ങളുടെ മോർഗേജ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുക. ഞങ്ങളുടെ കാറുകളുടെ ലോണുകൾ ക്യാൻസൽ ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുതം നടക്കട്ടെ. നമ്മുടെ വാക്കുകൊണ്ട് പറ. അത്ഭുതങ്ങൾ നടക്കട്ടെ.
ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിച്ചു മാറ്റുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കും. ഹാലേലൂയ, ഒരു അനുഗ്രഹപാത്രമാണ്. പ്രൈസ് ഗോഡ്. ഓ ഹാലേലൂയ.